ഹലോ, ഷാലോമാണ്. ഞാനിപ്പോൾ ഉള്ളത് മൽക്കാഗഞ്ചാണ്. ഡൽഹിയിലെ മൽക്കാഗഞ്ചിൽ നിന്ന് മെട്രോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കുത്തബ് മിനാറിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ ചില കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മൽക്കാഗഞ്ചിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ വരുന്നത് വിശ്വവിദ്യാലയമാണ്. മൽക്കാഗഞ്ചിൽ നിന്ന് വിശ്വവിദ്യാലയയിലേക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഓട്ടോ ഷെയറായി വിളിച്ചാൽ വെറും 15 രൂപയേ ആവുള്ളൂ. അതിൽ കൂടുതൽ നമ്മളോട് അവർ മേടിക്കാൻ നോക്കും. ഇവിടുത്തെ 15 റുപ്പി എന്നാണ് 15 രൂപയ്ക്ക് പറയുന്നത്. എങ്കിലും നിങ്ങൾ അത്രയും കൊടുക്കേണ്ടതില്ല. 15 റുപ്പി ഉള്ളി എന്ന് പറഞ്ഞാൽ മതി. ഡൽഹി വന്നിട്ട് എവിടെയാണെങ്കിലും ഇങ്ങനെ കുറേ ഓട്ടോകൾ കാണാം. അവർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതായിരിക്കും. അതിൽ ഷെയറായി നിങ്ങൾ പോയാൽ 15-20 രൂപയെ എന്തായാലും ആകുള്ളൂ, അതിൽ കൂടുതലാകില്ല. വിശ്വവിദ്യാലയ മെട്രോ സ്റ്റേഷൻ ടു കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷൻ 23 കിലോമീറ്റർ ഉണ്ട്. 23 കിലോമീറ്റർ നമ്മൾ ഓൺ ദ റോഡ് വന്നാൽ 300-400 രൂപ റെൻ്റാകും. സമയം ഒരു മണിക്കൂർ 1.5 മണിക്കൂറാകും. എന്നാൽ മെട്രോയിലൂടെ വന്നപ്പോൾ 50 രൂപയേ ആയുള്ളൂ. 25 മിനിറ്റിൽ നമ്മൾ കുത്തബ് മിനാർ എത്തുകയും ചെയ്തു. അതാണ് മെട്രോയ്ക്ക് വരുന്നതിനുള്ള ഗുണം. ഡൽഹി മെട്രോയിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല. ഡൽഹി മെട്രോ സിസ്റ്റം കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതാണ്. കാരണം അതിന് യെല്ലോ ലൈൻ, ബ്ലൂ ലൈൻ, റെഡ് ലൈൻ അങ്ങനെ ഒരുപാട് ലൈനുകളുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷൻ ടു കുത്തബ് മിനാർ 3.3 കിലോമീറ്റർ ഉണ്ട്. അത് ഒരു ഓട്ടോയ്ക്ക് വന്നു. ഓട്ടോയ്ക്ക് ഷെയർ ഓട്ടോയാണ് എടുത്തത്. 20 രൂപയാണ് ഓട്ടോയ്ക്ക് ചാർജ് ആയത്. അങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള കുത്തബ് മിനാറിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരാണുള്ളത്. PGയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു തൃശ്ശൂർക്കാരനുണ്ട്. അവനെയാണ് ഞാൻ 10 ദിവസത്തിനിടയ്ക്ക് കണ്ട ഏക മലയാളി. ഞങ്ങൾ ആ ബായിയുടെ അടുത്ത് മലയാളികളുടെ പവർ കാണിക്കാൻ നോക്കി. 2 പേർക്കും കൂടി 20 രൂപയല്ലേ ആയുള്ളൂ എന്ന് ബായിയോട് ചോദിച്ചു. ബായിയുടെ പവർ കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 40 രൂപയും കൊടുത്ത് ഓടി. അടുത്ത പരിപാടി ടിക്കറ്റ് എടുക്കാനാണ്. ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതെന്തായാലും ഇല്ല. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, വിദേശികൾക്കും അതുപോലെ ഇന്ത്യക്കാർക്കും വേറെ വേറെ ലൈനാണ്. അത് വേറെ വേറെ എമൗണ്ടും. അത് ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇന്ത്യക്കാർക്ക് ഇവിടെ വരുന്നത് ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 35 അല്ലെങ്കിൽ 40, ക്യാഷ് ആയിട്ടാണെങ്കിൽ 40. വിദേശികൾക്ക് ഫോറിനേഴ്സിന് ഇവിടെ വരുന്നത് 600-ഉം 550-ഉമാണ്. ഇവിടം തൊട്ട് തന്നെ നമുക്ക് കുത്തബ് മിനാറിനോട് ചേർന്ന് കിടക്കുന്ന അനവധി ഹിസ്റ്റോറിക്കലായിട്ടുള്ള നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും. കുത്തബ് മിനാർ കാണാൻ വരുന്നവർക്ക് വിക്ടറി ടവർ മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, അതിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഏക്കർ കണക്കിന്, കിലോമീറ്റർ കണക്കിന് അതിനോട് ചേർന്ന് കിടക്കുന്ന അനവധി നിർമ്മിതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ബാഗുകൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏൽപ്പിക്കാവുന്നതാണ്. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഏകദേശം മണിക്കൂറിന് 5-10 രൂപ അങ്ങനെ ആകുന്നുള്ളൂ. ഇതാണ് ടോക്കൺ വരുന്നത്. അല്പം വെറൈറ്റി ആയിട്ടുള്ള ടോക്കണാണ്. ഞങ്ങൾ വന്നപ്പം മഴയായിരുന്നു. മഴ കാരണം അത്യാവശ്യം സമയം പോയി. എല്ലാവരും ബാഗ് അവിടെ വെക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് ഉള്ളിലേക്ക് ബാഗ് അലോഡ് അല്ലെന്ന്. അങ്ങനെ ഒരു ഫോൾട്ട് നിങ്ങൾക്ക് പറ്റരുത്. കുത്തബ് മിനാറിൻ്റെ പ്രധാന വാഹനൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു എഴുത്ത് കാണാം: കീപ് ദ എൻവയോൺമെൻറ്റ് ക്ലീൻ, ലീവ് ഓൺ ഫുട് പ്രിൻറ്റ്സ്, ടേക്ക് മെമ്മറീസ്. കുത്തബ് മിനാറിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അനവധി തിയറികൾ, അനവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ഐതിഹ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. കുത്തബ് മിനാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹിന്ദു റിലീജിയനുള്ള രാജാക്കന്മാരായിരുന്നു. അതിനുശേഷം 17 പ്രാവശ്യം അഫ്ഗാനിസ്ഥാനോടുള്ള യുദ്ധത്തിന് ശേഷം 18ാമത്തെ പ്രാവശ്യം അഫ്ഗാനിസ്ഥാൻ ഇത് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കുത്തബ് മിനാർ പണിയാൻ തുടങ്ങിയത്. അതിനെ തുടർന്ന് പണിഞ്ഞുകൊണ്ട് ഇതിന് വിക്ടറി ടവർ എന്നും പേരുണ്ട്. എന്തായാലും കുത്തബ് മിനാർ കാണാൻ വരുന്നവർക്ക് നല്ലൊരു അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. നല്ല രീതിയിൽ അവർ അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഏകദേശം ഒരു മാസം 4 ലക്ഷത്തോളം ഇന്ത്യൻ സിറ്റിസണും 10,000-ഓളം വിദേശികളും ഫോറിനേഴ്സും ഇവിടെ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. കുത്തബ് മിനാറിൻ്റെ കഥ വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ രാജാക്കന്മാർ പിടിച്ചെടുത്തതിന് ശേഷമാണ് ഇവിടെ കുത്തബ് മിനാർ പണിയാൻ ആരംഭിച്ചത്. ഇത് ഡൽഹിയിലെ ആദ്യത്തെ സിറ്റി എന്നറിയപ്പെടുന്നു. മാത്രമല്ല യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഡൽഹിയിലെ 3 മോണ്യുമെൻറ്റുകളിൽ ഒന്നാണ് ഈ കുത്തബ് മിനാർ. മറ്റ് 2 ഒന്ന് ഹ്യൂമയൂൺസ് ടൂംബ്, രണ്ടാമത്തേത് റെഡ് ഫോർട്ടുമാണ്.
ചരിത്രം പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് എന്തോ പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനമായതെങ്കിലും അതിനു മുമ്പ് തന്നെ ഡൽഹി ഭരിച്ചിരിക്കുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ രാജവംശം ഇന്ത്യ ഭരിച്ചിരിക്കുന്നവരായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പേ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇവിടെ ആ വിക്ടറി ഓഫ് ടവർ എന്ന് പറയുന്ന ആ ടവർ മാത്രമേ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന അനേകം ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുമെന്ന്. അഫ്ഗാൻ കേന്ദ്രമായി 12ാം നൂറ്റാണ്ടിൽ ഉള്ള സാമ്രാജ്യമാണ് ഗോറി സാമ്രാജ്യം. ഈ ഗോറി സാമ്രാജ്യത്തിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു ഖുതുബുദ്ദീൻ ഐബക്ക്. ഈ ഖുതുബുദ്ദീൻ ഐബക്കാണ് ഈ കുത്തബ് മിനാർ പണിയാൻ തുടക്കമിട്ടത്. 1192 മുതൽ 1206 വരെയായിരുന്നു ഖുതുബുദ്ദീൻ ഐബക്ക് ദില്ലി കേന്ദ്രമായി ഭരിച്ചുകൊണ്ടിരുന്ന ഗോറി സാമ്രാജ്യത്തിൻ്റെ അധിപതി. മുഹമ്മദ് ഗോറിയുടെ മരണത്തോടെ 1206 ദില്ലി കേന്ദ്രമായി ഖുതുബുദ്ദീൻ ഐബക്ക് പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി. അതിനെ ദില്ലി സുൽത്താനേറ്റ് അല്ലെങ്കിൽ അടിമ രാജവംശം എന്നും അറിയപ്പെടുന്നു. ആരെങ്കിലും ഡൽഹി വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള മാസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. ആ മാസങ്ങളിലാണ് ഡൽഹിയിലെ ഏറ്റവും നല്ല കാലാവസ്ഥ. അങ്ങനെയിരിക്കെ 1199 ഗോറി സാമ്രാജ്യത്തിൽ സുലഭമായി കണ്ടുവരുന്ന ഇത്ര ഒരു മിനാരം ഡൽഹിയിലും ഉണ്ടാക്കണമെന്ന് ഖുതുബുദ്ദീൻ ഐബക്ക് തീരുമാനിക്കുകയും 1199 തൊട്ട് പണി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 800 വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ ഓരോ നിർമ്മിതിക്കും. ഖുതുബുദ്ദീൻ ഐബക്കാണ് ഇത് പണിയാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അത് പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അത് പൂർത്തീകരിച്ചത്. ഖുതുബുദ്ദീൻ ഐബക്ക് ഇത് പണിയുമ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, പൂവത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞ്. ആ പള്ളിയും പല കാലഘട്ടങ്ങളിലൂടെയാണ് പൂർത്തീകരിച്ചത്. ആദ്യമേ ഖുതുബുദ്ദീൻ ഐബക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് വന്ന ഖുതുബുദ്ദീൻ ഐബക്കിൻ്റെ മകനായ ഇൽത്തുമിഷ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും പിന്നീട് വന്ന അലാവുദ്ദീൻ ഖിൽജി അത് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. അതിന് ഒരുപാട് ഗേറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനെയാണ് അലായി ദർവാസ എന്ന് പറയുന്നത്. ഇതാണ് അലായി ദർവാസ. ഇത് പണിഞ്ഞിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇത് കുത്തബ് മിനാറിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ അതേ കളർ പാറ്റേണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മസനഗുഡി വഴി ഊട്ടി അതൊരു വല്ലാത്ത അനുഭവം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ചാറ്റൽ മഴയും കൊണ്ട് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം. ഞാൻ അറിയാതെ തന്നെ 800 വർഷം പുറകോട്ട് സഞ്ചരിക്കുന്ന പോലെ ഒരു തോന്നൽ. മനസ്സിനൊരു വല്ലാത്ത കുളിർമ. എന്തായാലും അധികം നേരം ആ കുളിർമ ആസ്വദിച്ചില്ല. കാരണം ഈ വെയിലത്തി മഴയും കൂടെ നനഞ്ഞാൽ അടുത്ത ദിവസം എങ്ങനെയായിരിക്കും പനിയെന്ന് ഊഹിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുത്തബ് മിനാറിൻ്റെ തൊട്ട് താഴെയാണ്. ഏകദേശം 390 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. പണ്ടൊക്കെ ഇതിൻ്റെ മേളിൽ ആൾക്കാർക്ക് കയറായിരുന്നു. 1980 കുറേ സ്കൂൾ കുട്ടികൾ ഇതിൻ്റെ മേളിലുണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റെല്ലാം ഓഫാക്കുകയും അതിനെ തുടർന്ന് കുട്ടികൾ പെട്ടെന്ന് പാനിക്കാകുകയും ഏകദേശം 45 പേർ മേളിൽ നിന്ന് താഴേക്ക് വീഴുകയും 45 പേർ മരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 1981 തൊട്ടാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് ആൾക്കാരെ അലോ ചെയ്യാതിരിക്കാൻ തുടങ്ങിയത്. കുത്തബ് മിനാർ പണിഞ്ഞിരിക്കുന്നത് തൻ്റെ സാമ്രാജ്യം ഉയരത്തിൽ നിന്ന് വീക്ഷിക്കാനാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന പൂവത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അനവധി മിനാരങ്ങൾ ഗോറി സാമ്രാജ്യത്തിൻ്റെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മിനാരം ഇതാണ്. ഓർക്കണം, 800 വർഷം മുമ്പ് യാതൊരു യന്ത്രത്തിൻ്റെയോ യാതൊരു സാങ്കേതിക വിദ്യയുടെയോ സഹായമില്ലാതെ കണക്ക് വയ്ക്കാത്ത ഒരു കൂട്ടം ശില്പികളുടെ അനേക നാളത്തെ പ്രയത്നമാണ് ഈ ഉയർന്നു നിൽക്കുന്ന കുത്തബ് മിനാർ. 5 നിലകളാണ് കുത്തബ് മിനാറിനുള്ളത്. പല കാലഘട്ടങ്ങളിൽ പല കാരണങ്ങളാൽ പല ഭാഗങ്ങൾ ഭാഗികമായും അല്ലാതെയും നശിച്ചിരുന്നു. ഇടിമിന്നൽ കൊണ്ടും പിന്നെ ഭൂമി കുലുക്കങ്ങൾ കൊണ്ടും പല അറ്റാക്കുകൾ കൊണ്ടും കുത്തബ് മിനാറിന് പല നാശനഷ്ടങ്ങൾ വരികയും അതിനുശേഷം വന്ന രാജാക്കന്മാർ അതിഭംഗിയായി അത് സംരക്ഷിച്ചു പോന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഖൽജി ടോംബാണ്. ഇവിടെയാണ് ഖൽജിയെ അടക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പിൽ കാണുന്ന ഈ നിർമ്മിതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദ്രസ, ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂള്. ഇവിടെ ഇരുന്നാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒരുപാട് ക്ലാസ് മുറികൾ ഇങ്ങനെ കാണാം. ഇതിൽ ഒരുപാട് എണ്ണങ്ങൾ തകർന്നവും ഒരുപാട് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പം ഒരുപാട് കിളികളെയും അണ്ണാൻകുഞ്ഞുങ്ങളെയും കാണാം.
ഇനിയും കാണാൻ പോകുന്നത് കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന കുതുബുദ്ദീൻ ഐബക്കിൻ്റെ മകനായ ഇൽത്തുമിഷിൻ്റെ ശവകുടീരമാണ്. ഇതാണ് ഇൽത്തുമിഷിൻ്റെ ശവകുടീരം. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കുത്തബ് മിനാറിലും അലായി ദർവാസയിലും അതുപോലെ ഇനി കാണാൻ പോകുന്ന പൂവത്തിൻ ഇസ്ലാം എന്ന പള്ളിയുടെയും അതേ രീതിയിലുള്ള അറേബ്യൻ വാസ്തുശില്പികളുടെ അതിമനോഹരമായ സൃഷ്ടിയാണ്. ചുവരുകളെല്ലാം അറേബ്യൻ കാലിഗ്രഫിയിലൂടെ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഈ നിർമ്മിതിക്ക് പിന്നിലൊരു കഥയുണ്ട്. ഈ നിർമ്മിതി നിർമ്മിച്ചിരിക്കുന്നത് ഇൽത്തുമിഷ് തന്നെയാണ്. ഇൽത്തുമിഷ് തന്നെ ഇൽത്തുമിഷിന് വേണ്ടി ശവകുടീരം നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, ഇവിടെ സന്ദർശിക്കുന്നവർക്ക് അതിമനോഹരമായ ഒരു അനുഭൂതിയാണ് ലഭിക്കുന്നതെന്ന്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ അനേകം ശവകുടീരങ്ങളുണ്ട്. എന്നാൽ ഇത് കൃത്യമായി ആരുടെയാണെന്ന് ഇവിടെ എവിടെയും എഴുതി വച്ചിട്ടോ അങ്ങനെ ചരിത്രത്തിലോ കാണാൻ സാധിക്കുന്നില്ല. ഈ മുമ്പിൽ കാണുന്ന കുത്തബ് മിനാറിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഈ ബിൽഡിംഗ് സമുച്ചയമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള നിർമ്മിതി. അതായത് കൂവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന മസ്ജിദിന്റെ ഇന്ന് അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. മുമ്പ് പറഞ്ഞിരുന്നു, കുത്തബ് മിനാർ നിർമ്മിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ കൂവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയായിരുന്നു എന്ന്. ഈ ബിൽഡിംഗ് കണ്ടോ, ഇത് അലാവുദ്ദീൻ ഖിൽജിയുടെ പൂർത്തിയാകാൻ പറ്റാതെ പോയ ഒരു സ്വപ്നമാണ്. മസ്ജിദിനോട് ചേർന്നുകൊണ്ട് കുത്തബ് മിനാറിനേക്കാൾ ഇരട്ടി ഉയരമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കണമെന്നും അതിന് അലായി ദർവാസ എന്ന് പേരിടണമെന്നുമായിരുന്നു ഖിൽജിയുടെ ആഗ്രഹം. എന്നാൽ ആഗ്രഹങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ പണി തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അലാവുദ്ദീൻ ഖിൽജി മരണപ്പെട്ടു. അതുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാകാതെ ഇന്നും നിലകൊള്ളുകയാണ്. ഏകദേശം 2-3 മണിക്കൂർ നടന്നു കാണാനുള്ള നിർമ്മിതികളുണ്ട് കുത്തബ് മിനാറിന് ചുറ്റും. ഞങ്ങൾ 12 മണിക്ക് കയറിയതാണ്. ഇപ്പം സമയം 2:30 അപ്പോൾ അത്രത്തോളം ദൂരം നടന്നു കാണാനുള്ള കാഴ്ചകളുണ്ട് കുത്തബ് മിനാറിന് ചുറ്റും. ഇവിടെയും കുറേ ഖബറുകളുണ്ട്. എന്നാൽ ആരുടെയാണ് എന്നൊന്നും ഇവിടെ എഴുതിയിട്ടോ അല്ലെങ്കിൽ എവിടെ നോക്കിയിട്ടോ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പോകുമ്പോൾ ഇത് നോക്കിയിട്ടൊന്ന് പോവുക. ഇതിൽ എല്ലാത്തിൻ്റെയും തന്നെ മാപ്പുകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കുത്തബ് മിനാറിൽ കാണാനുള്ള കാഴ്ചകളെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കഴിയുമ്പോൾ എന്തൊക്കെ കണ്ടു എന്തൊക്കെ കണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഇവിടെ പോകണമെന്നില്ലല്ലോ. അപ്പം ഒരു പ്രാവശ്യമൊക്കെ വരുമ്പം എല്ലാം തന്നെ കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ കയറി കാണുമ്പോൾ അറിയാം ഇവർ ഏറ്റവും നല്ല രീതിയിലാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നതെന്ന്. കാരണം ഡൽഹിയിലെ മറ്റ് കാഴ്ചകൾ, ഇതിൻ്റെ പുറത്തെ കാഴ്ചകളും അതുപോലെ തന്നെ മറ്റ് ടൂറിസ്റ്റ് മേഖലയിലെ കാഴ്ചകളും ഡൽഹിയിലെ സാധാരണ കാഴ്ചകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ടോക്കൺ എടുത്ത് ആദ്യമേ അവർ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വിടും. അത് കഴിഞ്ഞിട്ട് അവർ അത് നമ്മുടെ കയ്യിൽ തരും. അത് നമ്മൾ കളയരുത്. എന്നിട്ട് തിരിച്ചു പോകുമ്പം അത് വീണ്ടും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സ്ഥലമാണ് കുത്തബ് മിനാർ. നിങ്ങൾ വരികയാണെങ്കിൽ നവംബർ തൊട്ട് മാർച്ച് വരെയുള്ള കാലത്ത് വരുന്നതായിരിക്കും നല്ലത്.